ായിരുന്നു. അപ്പൊ അവൻ്റെ അടുത്തേക്ക് വന്നു. മനുഷ്യൻ ദുർബലനാണ്. ദാരിദ്ര്യം വരുമ്പോ കാശുള്ളിടത്തേക്ക് ചിന്തിക്കുന്നത് അവരടുത്ത് പോയാൽ എൻ്റെ കാര്യം നടക്കുമോ, അയാളെ കണ്ടാൽ എൻ്റെ വിഷയം സാധ്യമാകുമോ എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. ഈ പെണ്ണിനങ്ങനെ ചിന്തിക്കേണ്ടി വന്നു. കിഫലിൻ്റെ അരികത്തേക്ക് ചെന്ന് എന്തെങ്കിലും ഒരു കാശ് ചോദിച്ചാൽ അവൻ തരുമായിരിക്കും. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മളോട് പുണ്യനബി തങ്ങൾ ചെയ്തിരുന്നൊരു പ്രാർത്ഥന നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ചെയ്ത ദുആയാ, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റൂല. എന്താണത്? അല്ലാഹുമ്മ ഹീനി മിസ്കീനൻ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, എന്നെ ഒരു ദരിദ്രനായി ജീവിപ്പിക്കണമേ, ഒരു ദരിദ്രനായി മരിപ്പിക്കണമേ, ദരിദ്രന്മാരുടെ കൂടെ എന്നെ പുനർജന്മം നൽകണമേ. അവസാനത്തിൽ നമുക്കൊന്നും വരക്കാൻ പറ്റും, പക്ഷേ ദരിദ്രനായി ജീവിപ്പിക്കണമേ എന്ന് നമ്മളോട് ദുആ ഇറക്കരുതെന്നാണ്. ഹാദിഹി ദുആ ഖാസ്സത്തുൻ ബിറസൂലില്ലാഹ്. നബി തങ്ങൾക്ക് പ്രത്യേകമായ പ്രാർത്ഥനയാണത്രേ. എന്താ കാരണം എന്നറിയോ? പടച്ചവനെ, എനിക്ക് ദാരിദ്ര്യം നൽകണമേ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയും ചെയ്താൽ, നേരം വെളുത്താൽ കട്ടൻ ചായ കുടിക്കാൻ പോലും നമ്മുടെ കയ്യിൽ കാശില്ലാതെ വരുമ്പോ, നമ്മുടെ മക്കള് വിശന്ന് കരയുമ്പോ, അവർക്ക് അന്നം കൊടുക്കാൻ കഴിയാതെ വരുമ്പോ, വസ്ത്രം മാറാനില്ലാതെ വരുമ്പോ, ഭാര്യ പോലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, നിങ്ങളുടെ കൂടെ ജീവിതം ദുസ്സഹമാണ് എന്ന് പറഞ്ഞ് നമ്മ വിട്ട് ഇറങ്ങിപ്പോകുമ്പോ, ആ ദാരിദ്ര്യം സഹിക്കാൻ വലിയ ക്ഷമ വേണ്ടി വരും. ആ ക്ഷമ ആർക്കുണ്ട്? അഷ്റഫുൽ ഖൽക്കിനുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം സഹിക്കാനുള്ള ക്ഷമ നമുക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ ദുആ ഇറക്കേണ്ടത് അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക്. അല്ലാഹുവേ, ഹലാൽ കൊണ്ട് ഐശ്വര്യം നൽകണമേ. അൻ ഹറാമിക്, ഹറാമായ സമ്പാദ്യം ഒന്നും എനിക്ക് വേണ്ട റബ്ബേ, ഹലാൽ കൊണ്ട് ഐശ്വര്യം തരണം. ആരുടെ മുമ്പിലും ചെന്ന് കൈനീട്ടുന്ന അവസ്ഥ വരരുത്. اللهم أغنني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك. പടച്ചവനെ, നിന്നെ അനുസരിച്ച് ജീവിക്കണം, തെറ്റ് ചെയ്തു പോകരുത്. വബിഫദ്ലിക, നീയായിട്ട് എൻ്റെ മുമ്പിലേക്ക് റബ്ബേ ഔദാര്യം എത്തിച്ചു തരണം. വബിഫദ്ലിക അമ്മൻ സിവാക്, മറ്റു ആളുകളോട്, മനുഷ്യരോട് ചെന്ന് എന്നെ സഹായിക്കണേ എന്ന് പറയാൻ കഴിയാത്ത വിധം, ചോദിക്കേണ്ടതില്ലാത്ത വിധം അല്ലാഹുവേ, നീ എനിക്ക് നിന്റെ അനുഗ്രഹം ചൊരിഞ്ഞു തരേണമേ എന്ന് ദുആ ഇറക്കാൻ പഠിപ്പിച്ചു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം ചോദിക്കേണ്ട, നമുക്കതിന് പറ്റില്ല, സഹിക്കാൻ പറ്റൂല. വറാവദതുഹുൽ ജിബാലു ശുമ്മു അൻ മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وأكدت زهده فيها ضرورته، إن الضرورة لا تعدو على العصم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وكيف تدعو إلى الدنيا ضرورة من، وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പുണ്യനബിയുടെ പ്രാർത്ഥന അങ്ങനെയാണ്. നബി തങ്ങൾ അവിടുന്ന് വേണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഉഹദ് പർവ്വതമടക്കം സ്വർണമായി മാറാൻ ഹബീബിന് വേണ്ടി റെഡിയായിരുന്നു. തങ്ങളുടെ അടുത്ത് വന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യം, അന്ന് മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനത്തേക്ക് വന്നപ്പോഴേ കയ്യിൽ ഒന്നുമില്ല, എല്ലാം നാട്ടിൽ ഉപേക്ഷിച്ചു പോന്നിരിക്കുകയാണ്, ഒന്നും കയ്യിലില്ല. ആ സമയം പുണ്യനബി തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, മദീനയിൽ അലൈക്കും ബിസ്സൂഖ്, നിങ്ങൾ കച്ചവടം ചെയ്യണം, കച്ചവടം ചെയ്യണം. അതുകൊണ്ടാണ് കച്ചവടം ദീനിൽ വലിയ പുണ്യമുള്ള ഒരു ജോലിയാണ്. കച്ചവടം ചെയ്യുക, അത് സത്യസന്ധമായിട്ട് ചെയ്യുക. നമ്മുടെ ദുബൈയിലേക്കൊക്കെ കുറേ കാലമായിട്ട് അലയൊക്കെ
അലയാക്കാന്നല്ലേ പറയല്? അലയ കച്ചവടപ്പില്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ കച്ചവടക്കാർ, നമ്മുടെ നാട്ടുകാരായ ആൾക്കാർ, നാട്ടിൽ നിന്ന് പുറം നാട്ടിൽ പോയി ജോലി ചെയ്ത് കച്ചവടക്കാർക്കൊക്കെ ഖിയാമത്ത് നാൾ ഒരുപാട് കിട്ടൂട്ടോ. എന്തേന്നറിയോ? കടം വാങ്ങി തിരിച്ചരാത്ത പൈസ ഉണ്ടാവും, ഒരു ലോഡ് തരാന്ന് പറഞ്ഞ് മുങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ നാളെ മഹ്ശറിൽ നിന്ന് വാങ്ങാൻ കിട്ടുള്ളൂ, ഇവിടുന്ന് കിട്ടൂല ചിലപ്പോൾ. പൊന്നു സഹോദരങ്ങളെ, കൊടുക്കാനുള്ളത് കൊടുത്തോളൂ, ഇന്ന് കൊടുത്തോളൂ. നാളെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിസ്കാരം നോമ്പൊക്കെ എടുത്ത് കൊടുക്കാണ്ടാവുക. ഇപ്പം കൊടുക്കാൻ എന്തെങ്കിലും പറഞ്ഞ് പൊരുത്തപ്പെടിക്കെങ്കിലും ചെയ്യാം. കച്ചവടക്കാർക്ക് വലിയ ലിസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ആരും നാട്ടിൽ കച്ചവടം ചെയ്യൂല. നാട്ടുകാർക്ക് കടം കൊടുക്കേണ്ടി വരുന്നു വെച്ചിട്ട് കച്ചവടം വല്ല നിലമ്പൂരോ എടക്കരയൊക്കെ കൊണ്ടുപോയി ചെയ്യും. നാട്ടുകാരോട് ഇപ്പോൾ കടം തരൂല എന്ന് പറഞ്ഞാൽ പിന്നെ കച്ചവടം പൊളിയും. അപ്പോൾ പിന്നെ വേറെ എവിടെയും പോകാൻ നല്ലതെന്ന് പറയും. അവർക്കൊരുപാട് കിട്ടാനുണ്ടാവും. അപ്പോൾ ഹക്കടപാടുകൾ വലിയ വിഷയമാണ്. കച്ചവടം ചെയ്തോളൂ തങ്ങൾ പറഞ്ഞു. അലൈക്കും ബിസ്സൂഖ്, നിങ്ങളെല്ലാവരും മദീനയുടെ അങ്ങാടികളിലേക്ക് ഇറങ്ങിക്കോളൂ. സഹാബികൾ പറയും, പൊന്നാര നബി, കയ്യിൽ കാശില്ലാതെ ഞങ്ങൾ എങ്ങനെ കച്ചവടം ചെയ്യാം? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 4 ദിർഹം കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, നബിയെ 4 ദിർഹമേ എൻ്റെ കയ്യിലുള്ളൂ. 4 ദിർഹം. അതിന് വാടക കൊടുക്കാൻ പറ്റുമോ? ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുമോ? തങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിങ്ങളെ കൈ അങ്ങ് നീട്ടിക്കണെന്ന് പറഞ്ഞു. കൈ നീട്ടാൻ വേണ്ടി പറഞ്ഞു. നബി തങ്ങൾ ആ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫീ സഫഖതി യദി. അല്ലാഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചെയ്യുന്ന കച്ചവടത്തിൽ അല്ലാഹു നീ ബറക്കത്ത് ചെയ്യണമേ. അവർ പറയാണ്, ഇനിയാണ് ഞാൻ പറയുന്ന വിഷയവുമായി ബന്ധിക്കുന്നത്. അവർ പറയാണ്, തങ്ങൾ ആ ദുആ ചെയ്തതിന് ശേഷം ഞാൻ കച്ചവടം തുടങ്ങി. കച്ചവടം അങ്ങ് പൊടി പൊടിച്ചു. പുണ്യനബിയുടെ പ്രാർത്ഥന കിട്ടിയപ്പോൾ എനിക്ക് തോന്നുമായിരുന്നു, ചില പാറക്കല്ലൊക്കെ കണ്ടാൽ അതങ്ങ് മറിച്ചിട്ടാൽ അതിനടിയിൽ സ്വർണ്ണം ഉണ്ടാവുമെന്ന്. ഞാൻ എന്ത് ചെയ്താലും ലാഭം, എവിടെയും ലാഭം, ഏത് കച്ചവടവും വിജയിക്കും. തൊട്ടത് മുഴുവൻ പൊന്നാക്കുന്ന വിധം അള്ളാഹു എനിക്ക് ബറക്കത്ത് തന്നു. ആരുടെ ബറക്കത്ത്? പുണ്യനബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയ ബറക്കത്താണത്. അപ്പൊ ആ തങ്ങൾക്ക് ദുന്യാവ് വേണമെങ്കിൽ പ്രയാസമുണ്ടോ? തങ്ങൾ ദുആ ചെയ്ത് കൊടുത്തപ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 1000 ഒട്ടകപ്പുറത്താണ് കച്ചവട സംഘവുമായി വന്നത്. 1000 ഒട്ടകപ്പുറത്ത്. 1000 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1000 പിക്കപ്പോ 1000 ട്രക്കുകളോ എന്ന് സങ്കല്പിക്കാം. ഇന്നത്തെ ചുമട് കൊണ്ടുവരുന്ന സാധനങ്ങൾ 1000 ഒട്ടകങ്ങൾ. അത് മുഴുവൻ മദീനക്കാർക്ക് മുഴുവൻ സ്വതക്ക ചെയ്തിട്ടുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ. ഒരിക്കല് അത് മറ്റൊരു സംഭവം. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة വല്ലാഹു ഖൈറുർ റാസിഖീൻ. അന്ന് മദീനയിൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കച്ചവട സംഘം വരുന്ന ആരവം കേട്ടുകൊണ്ട് മസ്ജിദിലുള്ള മുഴുവൻ ആളുകളും ഇറങ്ങി ഓടി, കുറച്ച് സ്വഹാബികൾ ഒഴികെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം വന്നപ്പോഴാണ് ആ സംഭവം നടന്നത്. പുണ്യനബി തങ്ങൾ മിമ്പറിൽ നിൽക്കുകയാണ്. ഖുർആൻ ആയത്തിറങ്ങി, വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫല്ലൂ ഇലൈഹാ വതറകൂക ഖായിമാ. നബിയേ, അങ്ങ് നിൽക്കുന്ന ആ മിമ്പറിൽ അങ്ങ് നിൽക്കുകയും മുമ്പിൽ ആളുകളില്ലാതിരിക്കുകയും വരുന്ന വിധം കച്ചവടം കണ്ടപ്പോൾ, ഉത്സവമേളങ്ങളെ പോലെ വാദ്യങ്ങൾ കേട്ടപ്പോൾ അവർ ഇറങ്ങി ഓടിയല്ലേ നബിയേ. ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗമാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന കച്ചവട സാധനങ്ങളെക്കാളൊക്കെ വലുത്. നന്മയും പുണ്യവും സ്ഥാനവും മഹത്വവും അതിനു തന്നെയാണ് എന്ന് നബിയേ അവരോട് പറഞ്ഞു കൊടുക്കണമേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പുണ്യ ഹബീബിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, നബിയേ എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഒട്ടക സംഘം വന്നപ്പോൾ ആ സമയം ജുമുഅയുടെ നേരവുമായി യോജിച്ചു വന്നു. എൻ്റെ ഒട്ടക സംഘത്തിൽ ഒരുപാട് ആളുകളുടെ ഉപ്പമാർ, ഈ മക്കളുടെ ഉപ്പമാരിൻ്റെ കൂടെയുണ്ട്. ഇവിടെ ഇരിക്കുന്ന മക്കളുടെ മക്കൾ, ഉപ്പമാരുടെ മക്കൾ എൻ്റെ കൂടെയുണ്ട്. വാപ്പാക്ക് മോനെ കാണണം, മോന് വാപ്പയെ കാണണം.
കച്ചവട സംഘം വന്നപ്പോൾ ആ ഒരു ഓർമ്മയിൽ അവർ ഇറങ്ങി ഓടി, നബിയേ അത് എനിക്ക് പറ്റിയ തെറ്റാണ്, അതുകൊണ്ട് 1000 ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ സാധനങ്ങളും എല്ലാം ഹബീബേ മദീനയിലെ മിസ്കീന്മാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ സ്വതക്ക ചെയ്യുകയാണ്. ഇതിലൊന്നും എനിക്ക് ഈ വർഷം കച്ചവടം വേണ്ട. ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. കച്ചവടം അവിടെ നിർത്തിവെച്ചു, സ്വതക്ക ചെയ്തു. 1000 ഒട്ടകപ്പുറം. ഇതൊക്കെ തുടങ്ങിയത് എവിടെ നിന്നാണെന്നറിയോ? 4 ദിർഹം കൊണ്ട്. എവിടുന്ന്? നബി തങ്ങൾ കൈ പിടിച്ച് ദുആ ചെയ്ത് കൊടുത്തതാ. അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ ഫീ സഫഖതിഹി. അപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറയാം, നമ്മുടെ നാട്ടിലൊക്കെ ഗൾഫിലൊക്കെ പോകുമ്പോഴേ ഉസ്താദ്മാരെ കൊണ്ട് ദ്വാരപ്പിക്കും, തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പിക്കും, മുതഅല്ലിമീങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കും, ദർസിൽ യതീംഖാനെ കൊണ്ട് ദ്വാരപ്പിക്കും. ആദ്യമായിട്ട് പോകുമ്പോഴേ പിന്നെ നമ്മൾ ജോലിക്കായി റാഹത്തായി നല്ല നിലക്കൊക്കെ ജീവിക്കുമ്പോഴേ ഈ പഴയ ദ്വാരന്ന് പോയ ഉസ്താദ്മാരൊന്നും അവിടെ നിന്ന് പിന്നെ ഓർമ്മ ഉണ്ടാവാറില്ല. അപ്പം അതെന്ത് ചെയ്യണം? ഓർമ്മയിൽ കൊണ്ടുവരണം എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഞാൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ദാൽഹുദയിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ ഉടനെ ഞാൻ ചെന്നത് മർഹൂം പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ അടുത്തായിരുന്നു. തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് നിന്ന് പൊരുത്തം വാങ്ങി ദുആ ചെയ്യിപ്പിച്ച്. അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അന്ന് കാണാൻ പറ്റിയില്ല, പക്ഷേ ഹൈദർ അലി ശിഹാബ് തങ്ങളെ കാണണം എന്ന് എനിക്കന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം തങ്ങളുമായിട്ടുള്ളൊരു ഒരു ബന്ധമുണ്ടായിരുന്നു. അതുമാത്രമല്ല, തങ്ങൾ വാക്കിന് വലിയ അസറുള്ള ആൾ. തങ്ങളെപ്പറ്റി അടുത്തറിയുന്നവർ മുഴുവൻ പറയും, പറഞ്ഞാൽ ആ പറഞ്ഞതാണ്. അതായത് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ അള്ളാഹുയുടെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, കുഞ്ഞുമോൻ കാക്കിയ, നമ്മുടെ കൂട്ടിലങ്ങാടി അടുത്ത്. അദ്ദേഹം മക്കയിലാണ്, മക്ക KMCCയുടെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ സൗദി KMCCയുടെ പ്രസിഡൻ്റാണ് കുഞ്ഞുമോൻ കാക്കിയ. അദ്ദേഹത്തിൻ്റെ കാക്കിയ എന്ന് പറയുന്ന മക്കയിലെ സ്ഥലമാണ്. അവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അത് അദ്ദേഹത്തിൻ്റെ അറബി പിടിച്ചെടുത്തു. കുഞ്ഞുമോക്ക് വലിയ വിഷമത്തിലായി. കുഞ്ഞുമോക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ സമസ്തക്കും മുസ്ലിം ലീഗിനും KMCCക്കും ഒക്കെ ജീവൻ മറന്ന് സേവനം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം വലിയ വിഷമത്തിലായി. പണക്കാട് തങ്ങൾ ഹൈദർ അലി ശിഹാബ് തങ്ങളെ ഒന്ന് കണ്ടു. തങ്ങൾ മക്കയിൽ വന്നു ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് കുഞ്ഞുമോക്ക് നേരിട്ട് പറഞ്ഞതാണ്. കുഞ്ഞുമോക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, തങ്ങളെ റൂമിൽ നിന്ന് കൊണ്ടാക്കി ഞാൻ വരുമ്പോൾ തങ്ങൾ വണ്ടിയിൽ തന്നെ ഇറങ്ങാതെ നിന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുക. കുഞ്ഞുമോൻ, ആ കേസ് നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞു. കേസ് ജയിക്കാൻ 2 ദിവസം കഴിഞ്ഞാലേ അറിയുള്ളൂ. കുഞ്ഞുമൊക്കെ പറയാ, അറബി എനിക്കെതിരെ കൊടുത്ത എല്ലാ കേസും തള്ളിപ്പോയി എന്ന് മാത്രമല്ല, എനിക്ക് അനുകൂലമായി വിധി വന്നു എന്ന് മാത്രമല്ല, എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ 2 ഇരട്ടി അന്ന് തന്നെ അള്ളാഹു തിരിച്ചു തന്നു. ഇപ്പം അദ്ദേഹം വലിയ ബിസിനസ് ചെയ്ത് വിജയിച്ചിരിക്കുകയാണ്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു പറഞ്ഞു, ഹൈദർ അലി ശിഹാബ് തങ്ങളെന്ന് എൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുമോൻ ആ കേസ് ജയിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു എന്നാണ്.